യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏത്? ഉത്തരം കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴെയുള്ള ലോകത്തെ അപൂർവ കൃഷി സമ്പ്രദായം, തനതു ജലവിഭവ മാനേജ്മെന്റ് സംവിധാനം, കാർഷിക പൈതൃക മാതൃക, ജൈവ വൈവിധ്യം, പരമ്പരാഗത കാർഷിക അറിവ് എന്നിവയാണ് കുട്ടനാടിന്റെ പ്രധാന സവിശേഷതകളായി ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിന്റെ നെല്ലറ, കേരളത്തിന്റെ നെതർലാൻഡ്സ്, പമ്പയുടെ ദാനം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 0.5 മീറ്റർ മുതൽ 2.5 മീറ്റർ വരെ താഴെ സ്ഥിതി ചെയ്യുന്ന കൃഷി നടത്തുന്ന ഇന്ത്യയിലെ ഏക പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിലെ പരമ്പരാഗതമായ താഴെത്തട്ട് കൃഷിരീതിയെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടന ആഗോള പ്രാധാന്യമുള്ള കാർഷിക പൈതൃക സമ്പ്രദായമായി അംഗീകരിച്ചിട്ടുണ്ട്. നിലവിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ആകെ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 44 ആണ്. 2026 ജൂണിൽ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം അഹമ്മദാബാദ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ, ഫോർ ക്ലൈമറ്റ്, ഫോർ അവർ ഫ്യൂച്ചർ. 1973 ജൂൺ 5 ലോകം ആദ്യമായി പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു.